പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്കായി കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ സമ്മർദ്ദമേറുകയാണ്. പാർട്ടിയിലെ വി.ഡി. സതീശൻ പക്ഷം ഒഴികെയുള്ള നേതാക്കളാണ് ധാർമ്മികത ഉയർത്തിക്കാട്ടി രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായി വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഇതിനായി രാഹുൽ രാജിവെച്ച് ഒഴിയണമെന്നുമാണ് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. ഇതിനിടെ അബിൻ വർക്കി ഉൾപ്പെടെയുള്ള നേതാക്കൾ പുറകിൽ നിന്ന് കുത്തിയെന്ന വിമർശനവും പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. എസ് ശാലിനി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശാലിനി, ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രശ്നങ്ങൾ വരികയാണ് പാർട്ടിക്കുള്ളിൽ തന്നെ. മറ്റ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ. ദേവിക, തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരായിട്ടുള്ള ആരോപണങ്ങൾ ശക്തമാകുകയാണ്. കൂടുതൽ യുവതികൾ പരാതികളുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം, പോലീസിന് മുൻപാകെ സമീപിക്കുന്നു, പാർട്ടി ഔദ്യോഗിക നേതൃത്വത്തെ സമീപിക്കുന്ന സാഹചര്യം. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് എം.എൽ.എ. സ്ഥാനം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നൊരാവശ്യം ഇപ്പോൾ ഉയർന്നത്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ, പ്രത്യേകിച്ച് അവരുടെ യുവജന പ്രസ്ഥാനങ്ങളിൽ ഉള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള അമർഷം പൊട്ടിത്തെറിയൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ചർച്ചകൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി നേതൃത്വം നൽകുന്ന വാട്സപ്പ് ഗ്രൂപ്പിലടക്കം ഉണ്ടായിരുന്നു. പിന്നീട് അത് ചേരിതിരിഞ്ഞ് പോരിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. അബിൻ വർക്കിയുമായി ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആക്രമിക്കുന്നു, മറുഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അനുനായികൾ അബിൻ വർക്കിയെ ആക്രമിച്ചുകൊണ്ടും പിന്നിൽ നിന്ന് കുത്തുന്നവനാണെന്നും ബാഹുബലി സിനിമയുടെ കട്ടപ്പയാണെന്നും ഒക്കെയുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് വാക്പോരിലേക്കൊക്കെ പ്രത്യക്ഷമായി എത്തുന്ന സാഹചര്യം. ഈ ഘട്ടത്തിൽ ദേശീയ നേതൃത്വം ഇടപെടുകയും ആ ഗ്രൂപ്പിൻ ഓൺലി അഡ്മിൻ ആക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയും ഇപ്പോൾ മുതിർന്ന നേതാക്കന്മാർ അടക്കമുള്ളവർ മുഖം രക്ഷിക്കുന്നതിന്റെ ഭാഗമായി എം.എൽ.എ. സ്ഥാനം രാജിവെപ്പിക്കണമെന്നൊരു ആവശ്യം കൂടിയാണ് ഉന്നയിക്കുന്നത്. അല്പസമയം മുമ്പ് എം.വി. ഗോവിന്ദൻ, സി.പി.എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ അടക്കമുള്ളവരും അതേ നിലപാട് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ഒരു അബോർഷൻ എന്നുള്ളത് ഒരു മനുഷ്യഹത്യയാണ്, ഒരു ജീവൻ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ്. സ്വാഭാവികമായും അത്തരത്തിൽ അങ്ങനെ ചെയ്ത ഒരാൾ ജനപ്രതിനിധിയായി ഇരിക്കാൻ സാധിക്കില്ല. അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണമെന്നുള്ളതാണ് സി.പി.എമ്മിന്റെ നിലപാട് ഇക്കാര്യത്തിൽ ഉള്ളത്. സ്വാഭാവികമായും അതിന് പിന്നാലെ തന്നെ ഇനിയിപ്പോൾ കോൺഗ്രസിന്റെ കൂടുതൽ നേതാക്കന്മാരുടെ പ്രതികരണം വരേണ്ടിയിരിക്കുന്നു. ബീഹാറിലേക്ക് പോയിരുന്ന ഷാഫി പറമ്പിൽ എം.പി അദ്ദേഹം തിരിച്ചിന്ന് കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ 10:00 അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പല ഘട്ടങ്ങളിലും പല വിവാദങ്ങൾ ഉണ്ടായപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയ സമയത്തും അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നപ്പോഴും ഒക്കെ ഒരു സംരക്ഷണ കവചം രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുക്കിയത് ഷാഫി പറമ്പിലാണ്. സ്വാഭാവികമായും ഷാഫി ഏത് തരത്തിലുള്ള നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഈ വിവാദം തുടങ്ങി ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഒരു പ്രതികരണമോ ഒന്നും തന്നെ ഷാഫി പറമ്പിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ സാഹചര്യത്തിൽ നിന്ന് 10:00 അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കും ഷാഫി ഇക്കാര്യത്തിൽ എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും ഒടുവിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് മാത്രം പ്രശ്നം പരിഹരിക്കാനാകില്ല എന്നുള്ളതാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം വിലയിരുത്തുന്നത്. എം.എൽ.എ. സ്ഥാനം കൂടി രാജിവെച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിയമസഭയിലേക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യം. അപ്പോൾ കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കുക മാത്രമാണ് ഇപ്പോൾ ഇവരുടെ മുന്നിലുള്ള ഏക പോം വഴി. അതിന് രാജിയല്ലാതൊരു വഴിയില്ല എന്നുള്ളൊരു നിലപാട് കോൺഗ്രസിലെ ചില നേതാക്കന്മാർ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഒരു രാജിയിലേക്ക് കാര്യങ്ങൾ പോകുമോ, അതോ ഒരു സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ട് കേസ് ആരോപണം എന്നൊക്കെ പറഞ്ഞ് മുഖം രക്ഷിക്കാനുള്ള നീക്കമായിരിക്കുമോ ഇനി കോൺഗ്രസ് നടത്താൻ പോവുക എന്നുള്ളത് വരും മണിക്കൂറിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത്രയധികം സംഭവ വികാസങ്ങൾ, കേസുകൾ, പരാതികൾ പോലീസിന് മുൻപാകെ അടക്കം എത്തിയിട്ടും ഔദ്യോഗികമോ എന്ന് പ്രതികരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഈ സമയത്തിനുള്ളിൽ പോസ്റ്റ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. മൗനം തുടരുന്ന ഒരു സാഹചര്യം. ഗോഡ്ഫാദർ അടക്കമുള്ളവർ മറുഭാഗത്ത് മൗനം തുടരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ ഇക്കാര്യത്തിൽ മൗനം തുടരുന്നു. അങ്ങനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാവുകയാണ് കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ. എന്തായാലും പീഡന പരാതികളും ഒപ്പം തന്നെ അത്തരത്തിലുള്ള ആരോപണങ്ങളുമായി കൂടുതൽ യുവതികൾ കൂടി പരാതികളുമായി രംഗത്തെത്തും എന്നുള്ള സൂചനകൾ കൂടി ഘട്ടത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. ദേവിക.